നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടെ പറയാറുണ്ട്. ഈ ചില കമന്റുകളൊക്കെ അതിന്റെ താഴെ വരാറുണ്ട്, ഞങ്ങൾക്ക് ഞെട്ടാൻ വയ്യ ഇനി. പക്ഷെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം കലാലയങ്ങളിൽ ലഹരി കച്ചവടം നടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. കളമശ്ശേരിയിലെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് ഡാൻസ് ഓഫ് സംഘം പിടിച്ചെടുത്തത് കഞ്ചാവാണ്. 2 കിലോയോളം കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. മാത്രമല്ല, അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ചില സാധനങ്ങളുടെ ലിസ്റ്റ് കണ്ട് നമ്മളും ഈ ജനങ്ങൾ മാത്രമല്ല, ഇത് റെയ്ഡിന് പോയ പോലീസ് വരെ ഞെട്ടിയെന്നാണ് പറയുന്നത്. അതായത് കോളേജ് ഹോസ്റ്റലുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് റെയ്ഡ് നടത്തിയ സംഘത്തിന്റെ തലവൻ പറഞ്ഞത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കഞ്ചാവ് വേട്ട നടന്നതിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സംഘങ്ങളെല്ലാം SFI KSUക്കാരാണ്. കേരളത്തിലെ 2 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ. ഗുണമുണ്ട്, അതിലെങ്കിലും രാഷ്ട്രീയപരമായിട്ട് അവർക്ക് വ്യത്യസ്തതയില്ല. ഒന്നിച്ചിട്ടുണ്ട്. അതൊരു വലിയ നല്ല കാര്യം. അത് തന്നെ. കഞ്ചാവിന്റെ കാര്യത്തിൽ ഒന്നിച്ചിട്ടുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ് എന്ന് കഞ്ചാവ് വിൽപ്പന. ചില കമന്റുകളൊക്കെ വരുന്നുണ്ട്. നമുക്കറിയാം, ലഹരി കൊണ്ട് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ലിസ്റ്റ് എടുത്താൽ ശരിക്കും നമ്മൾ ഞെട്ടും. ആ ഒരു പ്രതിസന്ധി മൂത്തു വന്നപ്പോഴാണ് ഈ രാഷ്ട്രീയ സംഘടനകൾ CPM-ഉം കോൺഗ്രസും പ്രഖ്യാപിച്ചത്, ലഹരിക്കെതിരെ ഞങ്ങൾ യുദ്ധം നടത്താൻ ഇറങ്ങിയിരിക്കുകയാണ്, ലഹരിയെ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച 2 പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളാണ് ഇപ്പോൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നത്. അതായത് കലാലയങ്ങളിൽ. ആ ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഏകദേശം ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താണ് ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്? എന്താ ചെയ്യാ, ഈ ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തിയപ്പോ അവര് കാണുന്നത് കഞ്ചാവ് അളന്നു തൂക്കി ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കുന്നു. ഈ ചെറിയ പാക്കറ്റുകളിലാക്കുന്നത് തീർച്ചയായിട്ടും ഇത് വിൽപ്പനയ്ക്കാണ് എന്ന് ഉറപ്പാണല്ലോ. അവര് സ്വന്തം ഉപയോഗത്തിന് കൊണ്ടുവന്ന് വെച്ചതാണെങ്കിൽ അവരോ നശിച്ചു, ശരിയാണ്. പക്ഷെ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്ന് വെച്ചതാണെങ്കിൽ ഇത് അളന്നു തൂക്കി ചെറിയ പാക്കറ്റിലേക്ക് ആക്കണ്ട. അപ്പോൾ അതിൽ 2 കാര്യമാണ്. ഒന്ന്, ഇത് വിൽപ്പന നടത്തുന്നു. രണ്ടാമത്, ഇത്ര കൃത്യമായി അളന്നു തൂക്കണമെങ്കിൽ അത്രയും വലിയൊരു സംവിധാനം, ത്രാസും കട്ടിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെച്ച് വളരെ കൃത്യമായിട്ടുള്ള വിൽപ്പനയാണ്, നല്ല കച്ചവടമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ കൊച്ചി നാർക്കോട്ടിക് സെൽ SP അബ്ദുൾ സലാമാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇദ്ദേഹം തന്നെ എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്ത് തന്നത് തന്നെ ഇത്രയേറെ കഞ്ചാവ് ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നില്ല എന്നാണ്. ഒരു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയെ ഈ വിവരം പറഞ്ഞിട്ട് പിടിച്ചിരുന്നു ആദ്യം. അവിടെ നിന്നാണ് ഇപ്പോഴും കോളേജ് ഹോസ്റ്റലിൽ ഈ സംഭവം ഉണ്ട് എന്നറിഞ്ഞ് ഇവരൊരു മിന്നൽ റെയ്ഡ് നടത്തിയതാണ്. അപ്പോഴാണ് അവിടെ ചെന്ന സമയത്ത് ഇത് തൂക്കി പാത്രങ്ങളിലാക്കുന്നതാണ്, ഓരോ പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്ക് സജ്ജമാക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. നമുക്കറിയാം, കോളേജിൽ ഇതുവരെ നമ്മൾ മറ്റേ തലവേദന പിടിച്ചിരുന്നത് ഈ കോളേജുകളിലെ ഇടിമുറികളെ കുറിച്ചായിരുന്നു. ഇപ്പോൾ ലഹരി മുറികളും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ ഇടിമുറിക്ക് കാരണം ഇത് തന്നെയാണ്. കാരണം ഇങ്ങനെ ആ ഹോസ്റ്റലുകളിൽ തന്നെ ഇത്രയധികം കഞ്ചാവ് വിൽപ്പന ഉണ്ടെങ്കിൽ ബോധമില്ലാത്തവരാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും ഇടിമുറികളും അവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഇതിലെ മറ്റ് ഭീതിതമായ ഒരു വശമുണ്ട്. നമുക്കറിയാം, കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, കച്ചവടം നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇവരിത് അളന്ന് തൂക്കിയൊക്കെ കവറുകളിലാക്കി മാറ്റി വെക്കുന്നത്. ഇത് കോളേജിലെ ഇത് ആവശ്യമുള്ള എല്ലാവരിലേക്കും എത്തുകയാണ്. അപ്പോൾ ഇതിന് തുക ആവശ്യമാണ്. ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ എവിടെ നിന്നാണ് ഇതിനു വേണ്ടിയ പണം? അപ്പോൾ ഇവർ വീടുകളിൽ പ്രഷർ ഉണ്ടാക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഫീസ് അടയ്ക്കാൻ, അതടയ്ക്കാൻ, ഇതിനു വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാതാപിതാക്കളിൽ നിന്ന് പണം ഈടാക്കും. എന്തായാലും വേണമല്ലോ, കിട്ടിയില്ലെങ്കിൽ കക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നതാണല്ലോ തലക്കടിക്കുക, അതാണല്ലോ ട്രെൻഡ്. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ തലക്കടിച്ചാണേലും മേടിക്കുക. നമുക്കറിയാം, ഈ കൊച്ചിയിലെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഉണ്ട് പോലീസിനെ വലയ്ക്കുന്നത്. ബൈക്കുകളിൽ കറങ്ങി നടന്ന് മാല മോഷ്ടിക്കുന്നത്. ഇത് സ്ഥിരം ചെയ്യുന്നത് ലഹരി സംഘങ്ങളാണ്. അതായത് ലഹരിക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക്, കൊടും കുറ്റവാളികളെ പോലെ ഈ ഒരു കൂട്ടർ മാറിയിരിക്കുന്നു എന്നുള്ളത് ഭീതിതമായ വസ്തുതയാണ്. അതിലാണ് നമ്മൾ 2 പാർട്ടിക്കാരുടെ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെട്ട് കച്ചവടം നടത്തുന്നു കോളേജിൽ. ഇതിനെതിരെ ഇതുവരെ ഒരു നേതാക്കളും പ്രതികരിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, ഈ ലഹരി
മുകളിലത്തെയും താഴത്തെയും 2 മുറികളിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത്. ഈ 2 മുറികൾ ഒന്ന് KSU നേതാവിന്റേതാണ്, ഒന്ന് SFI നേതാവിന്റേതാണ്. അപ്പോൾ ഈ സമയത്ത് പോലീസ് എത്തുന്ന സമയം കൊണ്ട് ഓടി രക്ഷപ്പെട്ടത് KSUകാരാണ്. അവരെ ഇപ്പൊ പിടികൂടിയിട്ടുണ്ട്. പിടികൂടിയപ്പോ അവര് പറയുന്നത് ഞങ്ങൾ കോളേജിൽ കൊടിതോരണങ്ങൾ കെട്ടുന്നതിന് വേണ്ടി പോയതാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അഭിരാജ് ആകാശാണ് KSU നേതാവ്. ഞാൻ നിന്ന് KSU പാനലിൽ നിന്ന്, പക്ഷെ ഞാൻ ജയിച്ചില്ല എന്നൊക്കെ ആള് നിഷ്കളങ്കതയോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ SFI കോളേജ് യൂണിയൻ സെക്രട്ടറി അഭിരാജ് പറഞ്ഞത് ആകാശം നിരപരാധിയാണെന്നാണ്. ആകാശം നിരപരാധിയാണെന്നാണ്. ഒരു ഒത്തൊരുമ KSUകാരന് വേണ്ടി വാദിക്കുന്ന SFIക്കാരനെ നമ്മൾ കണ്ടു. സാധാരണ ഒരു കോളേജിലും അങ്ങനെ കാണാറില്ല. എന്ത് നല്ല കോളേജ് അത് തന്നെ. അപ്പോൾ ഈ അഭിരാജ് SFIയുടെ കോളേജ് യൂണിയന്റെ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അഭിരാജ് പറഞ്ഞത് എനിക്കറിയില്ല, ഞാൻ കോളേജിലായിരുന്ന സമയത്താണ് റെയ്ഡ് നടക്കുന്നത്, എന്റെ മുറിയിൽ നിന്ന് അത് പിടിച്ചെടുക്കുന്നത്, അങ്ങനെ എന്റെ മുറിയിൽ നിന്ന് ആരെങ്കിലും അത് കൊണ്ടുവച്ചതാണോ എന്ന് എനിക്ക് അറിയില്ല, ഞങ്ങളെ കണ്ടാൽ പോലും അറിയില്ല എന്നാണ് ഉപയോഗിച്ചിട്ടില്ല. അഭിരാജ് പറഞ്ഞത് എനിക്ക് ഇന്നേ വരെ അതെങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും ഗ്രീൻ ടീയുടെ ലീഫായിരിക്കും. അത് തന്നെ, അത് സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ പിടിക്കപ്പെടുമ്പോ അതാണല്ലോ പറയുന്നത്, ഗ്രീൻ ടീയും അതുപോലെയൊക്കെ എന്നാണ്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വാങ്ങി വെച്ചതാണ്. അപ്പോൾ പക്ഷെ ഈ തൊട്ടടുത്ത നിമിഷം ഇതിനെ ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ SFI വന്നിട്ടുണ്ട്. ഈ SFI ജനറൽ സെക്രട്ടറി പെട്ടതോടുകൂടി അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് SFIയുടെ കോളേജിലെ തന്നെ SFIക്കാർ നേതാവ് രംഗത്ത് വന്ന് പറഞ്ഞത്, ഞങ്ങളുടെ SFIക്കാരനെ കുടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് കൃത്യമായി നടന്നിരിക്കുന്നത്, അവൻ നിരപരാധിയാണ്, അവൻ അത്തരത്തിലുള്ള ഒരു പയ്യനല്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ റൂമിൽ നിന്നല്ല സാധനം പിടിച്ചെടുത്തത്, പാന്റിന്റെ പോക്കറ്റിൽ നിന്നല്ല സാധനം പിടിച്ചെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുമ്പോഴല്ല പിടിക്കപ്പെട്ടിരിക്കുന്നത്, അത് അവനെ കുടുക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് നടത്തിയ നീക്കമാണ്. ഇത് നമ്മൾ തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങിക്കോണം. ഇവന്മാര് കോളേജുകളില് കാണിച്ചു കൂട്ടുന്ന എല്ലാ തെമ്മാടിത്തങ്ങൾക്കും കുറെ ന്യായീകരണവുമായിട്ട് ഇതിനെ പോലെയുള്ള വേറെ കുറെ ക്ലാസ്സിൽ പോലും കയറാത്ത വേറെ കുറെ അവന്മാര് വരും. അവന്മാര് കുറെ ന്യായീകരണം പറയും. അത് കേരളത്തിലുള്ള എല്ലാവരും ഒന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി സംഘടനകളാണ് ഈ പല കലാലയങ്ങളിലും വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ എത്രയോ പ്രതിസന്ധികൾ ഈ കലാലയങ്ങളിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് രാഷ്ട്രീയം വേണം, ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ആവശ്യമാണ്. കാരണം നമ്മുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ ബോധവാന്മാരായിരിക്കുകയും വേണം. പക്ഷേ അതൊരു പാർട്ടിയുടെ ലേബൽ ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും കാണിച്ചു കൂട്ടാം എന്നുള്ളതിന്റെ ലൈസൻസ് ആയിട്ട് മാറരുത്. അല്ല, ഈ പറഞ്ഞ സർക്കാർ കോളേജുകളിലാണ് ഇപ്പൊ സാധാരണ നമ്മൾ പറയും പ്രൈവറ്റ് കോളേജുകളിൽ ഭയങ്കരമായിട്ട് വാർഡൻ അങ്ങനെ പറയുന്നു, വാർഡൻ ഇങ്ങനെ പറയുന്നു, ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു, ഞങ്ങൾ എന്താ കൊച്ചുകുട്ടികളാണോ, ഇങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് വരാനുണ്ട്. വാർഡൻ 9 മണിക്ക് അകത്ത് കയറാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളോട് എന്തിനാ അങ്ങനെ കയറാൻ പറഞ്ഞു, പെൺകുട്ടികളോട് കയറാൻ പറഞ്ഞപ്പോ ആൺകുട്ടികളോട് 9 മണിക്ക് നിങ്ങൾ കയറാൻ പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഒരു നിയന്ത്രണവും ഇല്ലാത്ത സർക്കാർ കോളേജുകളിൽ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്റ്റലുകൾ പോലെ വരുന്നതല്ലേ, ഈ കുറച്ചുകൂടി കർശനമായ നടപടികൾ അവിടെ വരുന്നതല്ലേ. എന്തിനാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? എന്തിന്റെ സ്വാതന്ത്ര്യമാണ് വേണ്ടത്? അല്ല, ഈ സ്വാതന്ത്ര്യം വേണം, പക്ഷെ ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യപ്പെടരുത്. നമ്മളിപ്പോ ഈ പറയുന്ന പ്രൈവറ്റ് കോളേജുകളിൽ ഇതില്ല എന്നാണോ? ഇത് ഇങ്ങനെയുള്ള ഒരു കൂട്ടർ എവിടെ ചെന്നാലും ഇതൊക്കെ കാണിച്ചു കൂട്ടും. അപ്പോൾ ഈ കോളേജ് പ്രൈവറ്റോ ഗവൺമെന്റോ എന്നുള്ളതല്ല, ഈ വിദ്യാർത്ഥികൾ, അതായത് അതിൽ പഠിക്കുന്ന ഓരോരുത്തരുടെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും ഇവരുടെ എല്ലാം ഭാവി. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഇത് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന അത്ര വലിയ തെറ്റൊന്നും അല്ല എന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് എന്താണ്? ഇടയ്ക്കൊന്ന് പുകയ്ക്കുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലെന്നാണ്. ഇലയിൽ നിന്ന് എടുക്കുന്നതാണല്ലോ, ഓർഗാനിക് പ്രകൃതിദത്തമാണ്. ഓർഗാനിക് ആയ സാധനങ്ങളെല്ലാം നല്ലതാണല്ലോ എന്നാണ് പറഞ്ഞത്. അല്ല, സജി ചെറിയാൻ അത് പറഞ്ഞത് ഏത് കാര്യത്തിലായിരുന്നു എന്നറിയാമോ? കായംകുളം MLA യു പ്രതിഭയുടെ മകൻ കനിവ് ലഹരി ഉപയോഗിച്ചു, കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതായിരുന്നല്ലോ. പക്ഷെ കേസ് തേഞ്ഞു മാഞ്ഞു പോയി. അത് അവസാനം ഇപ്പോ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ ടീ ആയിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചത് വലിയ വാർത്തയായി വിവാദമായ സമയത്താണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്, ആ ഇടയ്ക്കൊന്ന് പുകയ്ക്കുന്നതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല. ശരിയാണ്.
അപ്പൊ പിന്നെ മന്ത്രി തന്നെ ലൈസൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ അപ്പുറത്തൊരു കഞ്ചാവ് മിഠായി ഉണ്ടല്ലോ, അപ്പൊ ഇടയ്ക്ക് മിഠായി കഴിക്കുന്നോണ്ട് എന്താ കുഴപ്പം? അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. കഞ്ചാവ് ഇപ്പോൾ മിഠായി ആയിട്ട് മാറിയിരിക്കുകയാണ്. വയനാട് ബത്തേരിയില് ഒക്കെ ഉണ്ട്, സ്കൂളിന്റെയും കോളേജുകളുടെ അടുത്തൊക്കെ ഈ മിഠായികളുണ്ട്. മിഠായി കഴിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കടകളിലെല്ലാം തന്നെ, പെട്ടിക്കടകളിലെല്ലാം തന്നെ, കോളേജുകളുടെയും സ്കൂളിന്റെയും മുന്നിലുള്ള പെട്ടിക്കടകളിൽ ഇഷ്ടം പോലെ കിട്ടാവുന്ന സാധനമാണ് മിഠായി. അപ്പൊ മറ്റു വിദ്യാർത്ഥികൾക്ക്, എല്ലാ വിദ്യാർത്ഥികളുടെ ഇടയില്, സ്കൂൾ കുട്ടികളുടെ ഇടയില് എല്ലാം തന്നെ ഇതിപ്പോ വളരെ സുഭിക്ഷമായിട്ട് കിട്ടുന്ന സാധനമാണ്. നമുക്ക് അത് അത്ര നിസ്സാര വിഷയമല്ല. കാരണം കൊച്ചു കുട്ടികളുടെ കൈകളിലേക്ക് വരെ ലഹരി മിഠായികൾ എത്തുന്നുണ്ട്. അതിൽ ഒരു കാരണമുണ്ട്, ഈ കുട്ടികൾ പോലും അറിയുന്നില്ല ഒരു പക്ഷേ കഴിക്കുന്നത് ലഹരി മിഠായിയാണെന്ന് അവർക്ക് അറിയില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാക്ക് ചെയ്ത് ഓരോ രൂപത്തിലൊക്കെ ആക്കിയാണ് ഈ മിഠായികൾ വരുന്നത്. ഇവർ ഈ ഭംഗി കണ്ട് ഇത് വാങ്ങിച്ചു കഴിക്കുന്നതാണ്. പിന്നെ ഇതിന് അഡിക്റ്റ് ആയി പോകുകയാണ് കുട്ടികൾ. പിന്നെയും അത് തന്നെ വേണം എന്നുള്ള. അപ്പോൾ അതൊരു വലിയ ഭയപ്പെടുത്തുന്ന, അതായത് ഇപ്പൊ ആ കഞ്ചാവ് മിഠായിയുടെ രൂപത്തിലുള്ള അതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്കൊക്കെ ഇതിനെ എത്തിക്കാൻ, അതായത് ഇതിനെ രൂപപ്പെടുത്തി എടുക്കാൻ കേരളത്തിൽ തന്നെ ഒരു സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്ത് നടപടി സ്വീകരിക്കാൻ ഇതിനോടകം ഈ 9 വർഷത്തെ ഇവരുടെ ഭരണം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്? ഈ പറയുന്നത് CPM-നെ മാത്രമല്ല, കോൺഗ്രസ്, നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് എന്ത് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ ലഹരി ഉപയോഗങ്ങൾ പോലും തടയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കേരളത്തിലെ ലഹരി മാഫിയകളെ തുരത്തും, ലഹരി തുടച്ചു നീക്കുമെന്ന് പറയുന്നത്? അതാണ് ഇപ്പൊ മറ്റേ ഈ ലഹരി മിഠായി കൊടുത്തിരുന്ന കുട്ടികൾ തന്നെ വിറ്റിരുന്നത്. ഒരു പാക്കറ്റ് മിഠായിക്ക് 30 രൂപ. അപ്പൊ വളരെ ചെറിയ രൂപയാണ്. അപ്പൊ ഈ 30 രൂപ ഉണ്ടാക്കാൻ സ്കൂൾ കുട്ടികൾക്കും സാധിക്കും. ഈ പറഞ്ഞ പോലെ വിഷുവിനും അതല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും ബന്ധുക്കൾ വന്നു പോകുമ്പോഴൊക്കെ കിട്ടുന്ന പോക്കറ്റ് മണി എന്നൊരു സമ്പ്രദായം ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് പോക്കറ്റ് മണി ഇല്ലാത്ത കുട്ടികളില്ല. അപ്പൊ ഈ പോക്കറ്റ് മണി ഇവർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്നാക്സ് വാങ്ങാൻ ഉപയോഗിക്കുന്നു. സ്നാക്സ് ഒരുപക്ഷെ ഈ കഞ്ചാവ് മിഠായി ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് രക്ഷിതാക്കളാണ്. അല്ല, അത് മാത്രമല്ല, ഇപ്പോ ഈ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ പോലും പറയുകയാണ് നമ്മള്, മാതാപിതാക്കൾ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂൾ ബസ്സിൽ പോകുന്നതിന് ആ പൈസയുടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ അത്ര ചിലപ്പോഴൊക്കെ നടന്നു പോയിട്ട് ഈ പൈസ കയ്യിൽ വെച്ചിട്ട് സിപ്പൊക്കെ മേടിച്ചു കഴിയും. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് വാങ്ങി കഴിഞ്ഞാൽ മൊത്തം പുള്ളി പടങ്ങാതെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ കാണും, വീട്ടിൽ ചെന്ന് അടി ഉറപ്പാ. അതന്നെ, അതായിരുന്നു എന്റെയൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ അതല്ല, മാതാപിതാക്കൾ തന്നെ മക്കൾക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കുകയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളാണല്ലോ, അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ കാലത്ത് ഇപ്പൊ വിഷുവിന് എങ്ങാനുമാണ് നമ്മുടെയൊക്കെ നല്ല കൈനീട്ടം കിട്ടുക എന്ന് പറഞ്ഞിട്ട് പൈസ കിട്ടും. ഈ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ 10 രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത്, കൈനീട്ടമായിട്ട് കിട്ടുന്നത്. 1 രൂപ തന്നാലും മതി എന്നൊക്കെയാ പറയാ. ആ കിട്ടിയത് അതിന്റെ പിറ്റത്തെ ദിവസം തന്നെ പറയും, നിങ്ങൾക്ക് എന്തിനാ പണം, കുട്ടികൾ അങ്ങനെ പണം കയ്യിൽ വെക്കാൻ പാടില്ല, അതൊക്കെ അമ്മ കയ്യിൽ വെച്ചോളാന്ന് പറഞ്ഞാൽ അമ്മ തന്നെ അത് പിറ്റേ ദിവസം തന്നെ വാങ്ങി കയ്യിലും വെക്കും. ഇപ്പൊ അതൊന്നുമല്ല, കാലം മാറി, ഒരുപാട് മാറി. കാരണം മാതാപിതാക്കൾക്ക് അവരുടെ കാര്യത്തിലുള്ള ഒരു പണ്ടൊക്കെ ഒരു പിടിയുണ്ടായിരുന്നു മക്കളുടെ, ഇപ്പൊ അതില്ല. അതിന്റെയാണ് ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ പിടിക്കപ്പെട്ടിട്ടുള്ളവരിൽ SFI, KS, അതായത് ഈ 2 രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് എന്നുള്ളതല്ല. അതിൽ നമ്മൾ അവരെ കുറ്റം പറയാൻ വേണ്ടി, കുറ്റവും പറയണം, അല്ലാതെ പറയാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ പിടിപ്പുകേടാണിത്. കാരണം ഈ വിദ്യാർത്ഥികളെ ഇങ്ങനെ കയർ ഊരി വിട്ടിരിക്കുകയാണ് സർവകലാശാലകളിലും കോളേജുകളിലും എല്ലാം. എന്തും കാണിച്ചു കൂട്ടാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ SFI-കാരനെ അവിടെ ഒന്ന് ഇരുത്തുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു വിട്ടു, സ്റ്റേഷൻ ജാമ്യം വിട്ടു. ഒരു ഹെൽമെറ്റ് വെക്കാത്തവനെ പിടിച്ചുകൊണ്ട് പോയി മണിക്കൂറുകളോളം സ്റ്റേഷനിൽ ഇരുത്തുന്ന പോലീസുകാരാണ് ലഹരി കേസിൽ പിടികൂടിയ ഒരു SFI-കാരനെ തൊട്ടടുത്ത നിമിഷം പറഞ്ഞു വിട്ടത്. ഇതാണ് കാരണം പോലീസിനും പേടിയാണ്, SFI-കാരനെ തൊടാൻ പേടിയാണ്. ഇവരാണ് ഈ രാഷ്ട്രീയ സംഘടനകളാണ് രാവിലെ മറ്റേ കൈകോർത്ത് പിടിച്ച് ലഹരിക്കെതിരെ മറ്റേ ജാഥ നടത്തുകയും വൈകുന്നേരം കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യുന്നത്. ഇതിലൊന്നും വലിയ നമുക്ക് സ്വയമായിട്ട് തന്നെ അതിൽ ഞാൻ പറയുന്നില്ലേ, ഭീകരമായ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലുകളിൽ ഇതിന്റെ കച്ചവടം നടക്കുന്നു. ഈ ലഹരി ഒരു കാലത്തും കേരളത്തിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ലഹരിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷണം പോകാം. കച്ചവടത്തിന് വേറൊരു വലിയ അപകടം പോലും ഉണ്ട്.
ഈ ഹോസ്റ്റലില് കച്ചവടം നടത്തുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും, ആ ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളും തന്നെ അത് വാങ്ങാൻ നിർബന്ധിതരാകുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടി ഞാനത് ഉപയോഗിക്കില്ല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇവർ ഇടിമുറി കാണാൻ പോകുന്നത്. അപ്പോൾ പേടിച്ചിട്ടാണെങ്കിൽ പോലും ആ ഹോസ്റ്റലിൽ അതുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ കുട്ടികളും അതൊന്ന് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. കാരണം ഇവര് വാങ്ങിയാലല്ലേ ഇതിന്റെ തലതൊട്ടപ്പന്മാർക്ക് കാശ് കിട്ടുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു കെണിയായിട്ട്, ഒരു ചെയിനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒപ്പം തന്നെ ഈ മിഠായിയുടെ കാര്യത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ അത് ഓൺലൈൻ ആപ്പ് വഴിയും കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു വളരെ വിപുലമായ ഒരു ശൃംഖല തന്നെ ഇതിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. അതാണ് ഈ പറയുന്നത്, ഈ ശൃംഖല അതിലെ കണ്ണികളെ മാത്രമാണ് എല്ലാ കാലത്തും പിടിക്കപ്പെടുന്നത്. പക്ഷെ ഇതിന്റെ തല അത് ഒരു കാലത്തും പിടിക്കപ്പെടില്ല. അവർ പുറത്തേക്ക് വരികയുമില്ല, അവരെ ആരും അറിയുകയുമില്ല. പക്ഷെ കൃത്യമായി തന്നെ ഈ കൊച്ചിയിലൊക്കെ ലഹരിയുടെ പിന്നാമ്പുറങ്ങളിൽ കളിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത് പോലീസുകാർക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് തൊടാൻ പേടിയാണ്. രാഷ്ട്രീയക്കാർ അവരെ ഒന്നും തൊടാൻ അനുവദിക്കില്ല. കാരണം അവര് പോലീസുകാർ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ പോലീസുകാർ നിസ്സഹായരമാണ് അവര്. കാരണം അവർക്കൊരു ഭാഗത്ത് നിന്ന് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരെ, ഈ ഏമാന്മാരെ എല്ലാം പേടിച്ചേ പറ്റൂ. അപ്പോൾ ഒരു വിദ്യാർത്ഥി നേതാവിനെ വരെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേടിലാണ് സത്യം പറഞ്ഞാൽ പോലീസുകാര്. ആ ഒരു അവസ്ഥ ഇവിടുന്ന് മാറ്റണമെങ്കിൽ നമ്മുടെ ഇപ്പൊ പിണറായി ഒക്കെ എന്ത് പറയുന്നു, ഈ ഒരു ന്യൂസ് പ്രതികരിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രി കൂടിയാണ്. എന്നിട്ട് എന്താ പ്രതികരിക്കുന്നില്ല? ഒരു അക്ഷരം പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ. SFIയുടെ കോളേജിലുള്ള SFIക്കാർ മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചൊന്ന് രംഗത്തേക്ക് വന്നത്. ബാക്കി എല്ലാവരും ഉറക്കത്തിലാണ്. പിണറായി സാറുടെ മക്കളൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ. അവരുടെ എല്ലാം മക്കൾ വിദേശത്തൊക്കെ പഠിച്ച് നല്ല സമ്പാദിച്ച് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഇത് ആൺകുട്ടികളിലേക്ക് മാത്രമാണ് ഈ ലഹരി എത്തുന്നത് എന്ന് കരുതുന്നുണ്ടോ? പെൺകുട്ടികളുടെ കയ്യിലേക്കുണ്ട്. കാരണം ഈ മിഠായി എല്ലാം സ്കൂളുകളിൽ കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങുന്നത് മിക്കവാറും പെൺകുട്ടികൾ തന്നെയായിരിക്കും. ആൺകുട്ടികളും വാങ്ങും, പെൺകുട്ടികളും വാങ്ങും. കാരണം ഇത് യാതൊരു ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഏത് കവലയിൽ നിന്നും ഈ മിഠായി കഴിക്കാം എന്നുള്ള അവസ്ഥയിലാണ് എത്തുന്നത്. അതിനൊപ്പമാണ് ഇതുപോലെ തന്നെ അത് കഴിച്ചു വളർന്നു വരുന്ന കുട്ടികളാണ് ഈ കോളേജ് ലെവലിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥ കഞ്ചാവിന്റെ പാക്കറ്റുകൾ വാങ്ങുന്നതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പറയുന്നത് മാതാപിതാക്കൾ നമ്മളെ സംരക്ഷിക്കും, അല്ലെ ഇവിടുത്തെ ഒരു ഭരണകൂടമുണ്ട്, പോലീസ് സംവിധാനമുണ്ട് എന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. അതേ ഉള്ളൂ. പിണറായി അതിനും ഇപ്പൊ പറ്റാത്ത അവസ്ഥയാണല്ലോ. കാരണം മക്കളും വീട്ടുകാരും അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് നമുക്കിപ്പോ ഒരുപാട് വാർത്തകളാണല്ലോ ദിവസവും വരുന്നത്. അപ്പോ അതും നമുക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും പിണറായി വിജയൻ പറയുന്ന പോലെ കേരളം വല്ലാത്ത മാറ്റമാണ് മാറിയിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. അത് തന്നെ. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.